ഓരോ ദിവസവും പുതിയ പുതിയ വീടുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ്. സൗത്ത് വാഴക്കുളം രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് വാഴക്കുളം എന്ന പ്രദേശം. നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. ഈ കാണുന്ന എൻ്റെ ഇടതുവശത്തായി കാണുന്ന ഈ വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 4.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രാമീണ ഭംഗി ഒക്കെയുള്ള ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ വീട്. കൂടുതലും വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ കുറച്ച് ഗ്രീൻ കളറിലുള്ള പെയിൻറ്റിങ്സും അതിൻ്റെ ഭാഗമായി വരുന്നു. ധാരാളം LED ലൈറ്റുകളും ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. റോഡിലേക്ക് വന്നാൽ ഈ കാണുന്ന 4.5 മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീട്. വാഴക്കുളം ജംഗ്ഷനിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വീടിൻ്റെ മതിലിലേക്ക് വന്നാൽ ഇതാണ് മതിൽ. ഒരു ഗ്രൂവെല്ലാം കൊടുത്തിട്ട് അതിനകത്ത് വൈറ്റ് പെയിൻറ്റും വേറെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായി ഒരു സ്ക്വയർ ട്യൂബിലുള്ള ഒരു ഡിസൈൻ വർക്കും കാണാം. ഈ വീടിന് പുറകുവശത്തായി നല്ല വയൽ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റും വെളിച്ചവുമെല്ലാം ലഭിക്കുന്നതിന് നല്ല അനുയോജ്യമായ ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. വീടിൻ്റെ മതിൽ കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് ഗേറ്റിനെ കുറിച്ചാണ്. ഇതാണ് ഗേറ്റ്. 2 ഗേറ്റുകളാണുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു തുറക്കാവുന്ന രീതിയിലുള്ള ഒരു 2.5 അടി വീതിയുള്ള ഒരു ഗേറ്റും. ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ. അത് സ്ക്വയർ ട്യൂബും ഡക്വുഡും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വലിയ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഈ കാർ പോർച്ചിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാണ്. വലിയ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മുറ്റത്ത് കടപ്പ കല്ലുകൾക്ക് സമാനമായ ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. 2 വശങ്ങളിലായി 2 വലിയ പില്ലറുകൾ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ ഒരു പില്ലറും ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായി ഒരു ചെറിയ പില്ലറും കൊടുത്തിരിക്കുന്നു. അത് ചെറിയൊരു ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്. ഈ കാർ പോർച്ചിൻ്റെ പുറകുവശത്തായി ഒരു 3 പാളി ജനലും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു സ്വിഫ്റ്റ് പോലെയുള്ള വാഹനം, 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഭാഗത്തും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള സ്പേസ് ഇവിടെ ലഭ്യമാണ്. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു കിച്ചന് പുറകുവശമാണ്. ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിനുള്ളൊരു ഏരിയ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത്. അതിന് പുറകുവശത്തേക്ക് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. ഇത് പുറകുവശമാണ്. പുറകുവശത്തും അത്യാവശ്യം സ്ഥല സൗകര്യം ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 മീറ്ററോളം വീതിയുള്ള സ്പേസ് ഇവിടെ ലഭ്യമാണ്. ഈ വീട് ഉപയോഗിക്കുന്ന വെള്ളം കിണർ വെള്ളമാണ്. ഇതാണ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണർ. ധാരാളം വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരാൾക്ക് നടക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് കണക്ഷൻ പോയിന്റും കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷം. ഇനി നമുക്ക് വീടിൻ്റെ അകവശം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല ചെടികളെല്ലാം വയ്ക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയ ഒരു സിറ്റ് ഔട്ടാണ്, ഒരു നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്. അത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളിയുള്ള ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു. വലിയ ഒരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ 2 പാളികളുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ ഹാൻഡിലുകൾ വരുന്നുണ്ട് അതിൻ്റെ ഭാഗത്ത്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഭാഗവും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകളും ധാരാളം നൽകിയിരിക്കുന്നു. ഈ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് സ്വീകരണ മുറിയിലേക്കാണ്. ഇത് സ്വീകരണ മുറിയാണ്.
ടൈലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4x2 ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വൈറ്റ് കളർ ടൈലുകൾ. അതിനുള്ളിൽ എപ്പോക്സി വർക്കും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തും കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു ബോക്സുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിരിക്കുന്നു. അതെല്ലാം മൾട്ടിവുഡിലാണ് നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ലാമിനേഷൻ ഷീറ്റുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ധാരാളം LED ലൈറ്റുകളും ഈ പർഗോളയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, സ്ക്വയർ ടൈപ്പുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. വാം LED ലൈറ്റുകൾ അതിനുള്ളിൽ സ്ട്രിപ്പുകളായി നൽകിയിരിക്കുന്നു. മിൽക്കി വെയ്റ്റ് LED ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റായാലും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ് ഇതാണ്. ഡിവൈൻ സ്പേസിനെ അപേക്ഷിച്ച് വലിയ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നല്ല വിശാലമായ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ തന്നെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം TV യൂണിറ്റിന് ഉള്ള സ്പേസാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ കണക്ഷനുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആ വാം LED ലൈറ്റുകൾ ഈ വീടിൻ്റെ ഭംഗി വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ഇനി ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. വാഷ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടില്ല, വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടില്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇവിടെ ഈ മൾട്ടിവുഡിൽ തന്നെ ഒരു പർഗോളയെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അതിനുള്ളിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഭാഗം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരുന്നു. 2 സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനടിയിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും നമുക്ക് കാണാം. ഇത് സ്റ്റെയർ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ. അതിനടിയിലായിട്ട് ഇൻവെർട്ടർ പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അവിടെയും അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചൻ്റെ വിശേഷങ്ങൾ നോക്കാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇതാണ് കിച്ചൺ ഡോർ. ഒരു ഗ്ലാസ്സിലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. റെഡിമെയ്ഡ് ഡോറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് കിച്ചൺ. ടേബിൾ ടോപ്പായി നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായി 2-3 ഡിഫറെൻറ്റ് കളറിലുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. എപ്പോക്സി വർക്കും കാണാം. ഇവിടെ കുറച്ച് ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റുകൾ പവർ പ്ലഗും എല്ലാമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് പവർ പ്ലഗും അതിൻ്റെ അനുബന്ധ സ്വിച്ചിങ് സൗകര്യങ്ങളൊക്കെ കാണാം. ഈ ഭാഗത്ത് ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ കണക്ഷൻ പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിൽ തന്നെയാണ് ഈ കബോർഡുകളെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള കബോർഡുകൾ നമുക്ക് ഇവിടെ കാണാം. ഈ കിച്ചണിൻ്റെ സൗകര്യത്തിന് പുറമേ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ്. പാടത്തേക്കുള്ള വ്യൂ എല്ലാമായി നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ഇവിടെയും ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂം താഴത്തെ നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. അതും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം, ഏകദേശം ഒരു 14-12 ഒക്കെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു 3 പാളി ജനൽ കാണാം. ഇവിടെ ഒരു 3 പാളി ജനൽ, അതായത് കാർ പോർച്ചിൽ നിന്ന് കാണുന്ന ആ ജനലാണ്. അതിവിടെയും കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ട്യൂബുകളാണ് ഇവിടുത്തെ അഴികളായി നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബും മൾട്ടിവുഡിൽ നൽകിയിരിക്കുന്നു. അധികം സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബ്, അത് മൾട്ടിവുഡിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ഗ്ലാസിൻ്റെ പോയിൻറ്റും ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു മിററും എല്ലാം നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നാൽ ഇതും സിമ്പിളായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇത് ബെഡ്റൂമിൻ്റെ ഡോറാണ്, PVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിലുള്ള ഫിറ്റിങ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്ത് നൽകുന്നതാണ്. ഈ ഭാഗത്തായിട്ടൊരു വെൻറ്റിലേറ്റർ കാണാം. അതിന് മുകളിൽ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിൻറ്റും നൽകിയിരിക്കുന്നു. ബാക്കിയുള്ള ഫിറ്റിങ്സുകളെല്ലാം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. ടൈലുകൾ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഇവിടെ ഒരു ഈ ഹാൻഡ് റെയിലിൻ്റെ ഭാഗമായൊരു പില്ലർ വരുന്നുണ്ട്. അത് മരത്തിൽ തീർത്താണ്. ഹാൻഡ് റെയിലുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലും കൊടുത്തിരിക്കുന്നു. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായി ഒരു 3 പാളി ജനൽ ഇവിടെയും കാണാം. കൂടാതെ ഫുട് ലാമ്പുകളും താഴെ നമുക്ക് കാണാനാവുന്നതാണ്.
സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. മുകളിൽ റൗണ്ട് ഷേപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കയറി വരുമ്പോൾ ഒരു പർഗോളയും നമുക്ക് ഈ വീടിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഇവിടെയാണ് ഒരു 3 പാളി ജനൽ. ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന 3 പാളി ജനൽ ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കും 2 ബെഡ്റൂമുകളിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി ചെറുതാണ് ഈ ബെഡ്റൂം, എന്നാലും അത്യാവശ്യം സ്പേസുള്ള ബെഡ്റൂം. ഇത് 3 പാളി ജനൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും ഒരു 3 പാളി ജനൽ വന്നിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതും സ്ക്വയർ ടൈപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ബാത്റൂം ഡോറുകൾ നേരത്തെ പറഞ്ഞതുപോലെ PVC ഡോറുകളാണ്. വലിയ ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബാത്റൂം. കുറച്ച് സ്പേസ് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ, 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഫിറ്റിങ്സുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. 2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് താഴത്തെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെ ഇതിനും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കാണാം. ഇവിടെയും ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ലാമിനേഷൻ ഷീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കാണാം. മുകളിലും താഴെയുമായി സ്റ്റോറേജ് സ്പേസും. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. അതിൻ്റെ ഡോറുകൾ PVC ഡോറ് തന്നെയാണ്. ഒരു വേറെ ടൈപ്പുള്ള ഒരു ഡിസൈൻ വർക്ക് അവിടെ കാണാം. ഇത് മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസുള്ള ഒരു ബാത്റൂം. ഇവിടെ വെന്റിലേറ്റർ കാണാം. മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഫിറ്റിങ്സ് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ നോക്കാം. യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ. ഈ ഭാഗത്താണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഒരുപാട് വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യം ചെറിയ ഒരു യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് നല്ല വ്യൂ, വയലിലേക്ക് നല്ല വ്യൂ ആണ്. എപ്പോഴും നല്ല കാറ്റെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിനാവശ്യമായ സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അത് ഇരുമ്പിൽ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. മുകളിൽ ടെറസിലേക്ക് പോകുന്നതിനുള്ള ഒരു സ്പേസ്. അത് ഫുള്ളി കവേർഡാണ്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ച് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇത് ടാപ്പ് കണക്ഷൻ പോയിൻറ്റും അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റും ഔട്ട്ലെറ്റ് താഴെയും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഈ ബാൽക്കണിയിൽ നൽകിയിരിക്കുന്നത്. ഒരു ഭാഗം കവേർഡായിട്ടുള്ള ഏരിയയാണ്. അവിടെ നമുക്ക് ചെറിയ ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഇവിടെയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഈ ഭാഗത്തും നമുക്ക് വലിയ ഒരു ബാൽക്കണി ലഭ്യമായിട്ടുണ്ട്. ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ, ഒരു വലിയ സ്പേസിൽ ടെക്സ്ചർ വർക്കുകൾ കാണാം. നാലര സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത്. 3 ബെഡ്റൂമുകൾ ഈ വീടിനുണ്ട്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വാഴക്കുളം ജംഗ്ഷനിലേക്ക് ഒരു 800 മീറ്ററൊക്കെ അകലം വന്നേക്കും. ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 58 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നെഗോഷ്യബിളാണ്. ഈ വീട് വളരെ നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.